ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനം അതിൽ ഒരു ബ്രസീലിയൻ മോഡലിൻ്റെ ചിത്രമൊക്കെ വെച്ചിട്ടാണ് വലിയ ഭൂകമ്പമൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ പറഞ്ഞത്. സത്യത്തിൽ ഈ ബ്രസീലിയൻ മോഡൽ ആരാണ്? സാധാരണഗതിയിൽ ഈ ധാരാളം വിദേശയാത്ര നടത്തുന്ന ആളാണ് രാഹുൽ ഗാന്ധി, അല്ലേ? അതെ. മറ്റേ കൊളംബിയ, ബ്രസീൽ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ മുമ്പ് ഒരു കാമുകി പണ്ട് കേരളത്തിലെ കുമരകത്ത് വന്ന് ന്യൂ ഇയറിന് താമസിച്ചിട്ടുണ്ടല്ലോ. വെറോണിക് എന്ന് പറഞ്ഞൊരു സ്ത്രീ. അതിനെതിരെ ആ കാലത്ത് ഒരാൾ കോടതി കൊണ്ടുപോയി അച്ചായൻ കേസൊക്കെ കൊടുത്തിരുന്നു. കാരണം വിവാഹം കഴിക്കാതെ രണ്ടുപേരും ഇത് ഒന്നിച്ച് കോട്ടയത്ത് വന്ന് താമസിച്ചു, ഇത് പൊറുപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി തള്ളിയും തോന്നുന്നു. അത് അവരുടെ സൗകര്യമാണല്ലോ. അപ്പോൾ ആ ഭാഗത്തൊക്കെ നല്ല പരിചയമുള്ള ആളാണ്, അല്ലേ രാഹുൽ ഗാന്ധി? ഈ പറഞ്ഞ ബ്രസീൽ തുടങ്ങിയ സ്ഥലത്തൊക്കെ. അപ്പോൾ പഴയ കാമുകിമാരോ അല്ലെങ്കിൽ ഇപ്പൊ പരിചയമുള്ള ആരെങ്കിലോ ഒക്കെ ആകുന്നാണ് ആളുകൾ സംശയിക്കുക. അപ്പൊ ശരിക്കും ഇതാരാണെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയാമായിരിക്കുള്ളൂ എന്നാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുക. അതിലേക്ക് കയറും മുമ്പ് ഇയാൾ പറഞ്ഞ ഡാറ്റയിലൊരു ഭയങ്കര പോഴത്തരം. ഇത് ഒറ്റയടിക്ക് കേൾക്കുമ്പോഴേ നമുക്ക് തോന്നുന്നതാണ്. ആകെ ഈ ചെറിയ സ്ഥലമാണ് ഹരിയാന. ഞാൻ പലതവണ പോയിട്ടുള്ള സ്ഥലമാണ്. ഡൽഹിയിൽ നിന്ന് കാറിലാണ് പോയിരിക്കുന്നത് അങ്ങോട്ട്. അപ്പോൾ അവിടെ ആകെ വോട്ടർമാർ 2 കോടി. അതിൽ 25 ലക്ഷം കള്ളവോട്ട് നടന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. എന്ന് പറഞ്ഞാൽ മൊത്തം വോട്ടർമാരുടെ 12.5% കള്ളവോട്ടാണ്. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷെ അവിടെ ആകെ പോൾ ചെയ്തിരിക്കുന്ന വോട്ട് 1.20 കോടി. 1,20,00,000. അതിൽ 25 ലക്ഷം കള്ളവോട്ടാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് നമ്മൾ മുഖവിലക്കെടുത്താൽ 90 സീറ്റാണ് അവിടെ ഉള്ളത്. ഒരു മണ്ഡലത്തിൽ 27,778 വോട്ട് കള്ളവോട്ടായിരിക്കണം. ഒരു നിയമസഭാ മണ്ഡലത്തിൽ 27,778 വോട്ട് കള്ളവോട്ടായിരിക്കണം നിയമസഭാ മണ്ഡലത്തിലെ. കേരളത്തിലുള്ള ഈ സ്ഥാനാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ട കോൺഗ്രസ്സുകാരും ഒക്കെ ഇല്ലേ? എന്തൊരു അസംബന്ധമാണ്, അല്ലേ അത്? 27,778 വോട്ട് ഒരു നിയമസഭാ മണ്ഡലത്തിൽ കള്ളവോട്ട് ചെയ്യാൻ ഈ ലോകത്ത് ആരെങ്കിലും വിചാരിച്ചാൽ നടക്കും? വസ്തുതയ്ക്ക് എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണ്ടേ? അപ്പോൾ ഇയാൾ എന്താന്ന് വെച്ചാൽ കോൺഗ്രസ് ആകെ 22,779 വോട്ടിന് തോറ്റു. ജയിക്കുന്ന പ്രതീക്ഷിച്ചതിൻ്റെ കാര്യം ഇയാൾ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇയാൾക്ക് ബാലപാടറിയാമോ? പോസ്റ്റൽ തപാൽ വോട്ടിൽ ഞങ്ങൾ മുന്നിട്ട് നിന്നിരുന്ന മണ്ഡലങ്ങളാണ്, അവിടെയൊക്കെ ഞങ്ങൾ തോറ്റുവന്ന്. തപാൽ വോട്ടുമായിട്ട് ആക്ച്വൽ റിസൾട്ടിന് വല്ല ബന്ധം ഉണ്ടാവാറുണ്ടോ? ഒരു ബന്ധവും ഇല്ല. സർക്കാർ ജീവനക്കാരും ഒക്കെ അല്ലേ തപാൽ വോട്ടൊക്കെ ചെയ്യുന്ന, പട്ടാളക്കാരും ഒക്കെ. BJP തന്നെ കഴിഞ്ഞ മറ്റേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിന് മുമ്പ് നടന്നില്ലേ? തപാൽ വോട്ടിൽ BJP മുന്നിട്ട് നടന്ന 4 മണ്ഡലം ഉണ്ടല്ലോ. ഇവിടെ ഈ ഹരിയാനയിൽ തപാൽ വോട്ടിന് BJP മുന്നിട്ട് നിന്നിട്ട് തോറ്റുപോയി അവസാനം. അതെന്താ ഇയാൾ പറയാത്ത? അപ്പോൾ ഈ 8-1 ഫേക്കാണ്, 25 ലക്ഷം വോട്ടുകളുള്ള ഫേക്ക് ഫോട്ടോ, പിന്നെ BJPയുടെ ഒരു വൈസ് ചെയർമാൻ്റെ കാര്യം, പിന്നെ മങ്ങിയ ചിത്രങ്ങൾ, നീക്കിയ വോട്ടർമാർ, വിലാസം പൂജ്യമൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ വോട്ടർക്ക് വോട്ട് ചെയ്യാൻ അവകാശമുണ്ടല്ലോ. ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയൊക്കെ നമ്പർ കൊടുത്തിട്ടുള്ള ഇല്ലാത്ത വീടുകളുണ്ടാവും, ഇല്ലേ? നമ്പർ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ പിന്നെയും കോർപ്പറേഷനിലൊക്കെ പോവാറില്ലേ? നമ്പർ കൊടുക്കാത്തവർക്കും വോട്ട് ചെയ്യണ്ടേ? അപ്പോൾ ആ നമ്പർ കൊടുക്കാത്തടത്ത് 0 എന്നിടും. റായ്ബറേലിയിലും ഉണ്ട്. അത് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഇന്നലെ ഈ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇനി ബ്രസീൽ മോഡലിൻ്റെ സ്റ്റോക്ക് ഫോട്ടോയുടെ കഥ പറയാം. സ്റ്റോക്ക് ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ പത്രമാസികകളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളതല്ലേ. നമ്മളൊരു ഫീച്ചറൊക്കെ അച്ചടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചില സമയത്ത് നമുക്ക് ആ ആക്ച്വൽ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്താൽ കുറേ സൈറ്റുകളിൽ നിന്ന് നമുക്ക് പടങ്ങൾ കിട്ടും.
ഒരു പ്രതീകാത്മകം എന്ന് പറയാം. പിന്നെ നമുക്ക് ഫോട്ടോഗ്രാഫർമാരില്ലാത്ത സ്ഥലം ഇപ്പൊ കൊളംബിയ തന്നെ ഇരിക്കട്ടെ, കൊളംബിയയിൽ ഒരു മലയുടെ ചിത്രം നമുക്ക് വേണം. മലയുടെ പേരൊക്കെ ഈ ഫീച്ചറിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ലേഖനത്തില്, പക്ഷെ മലയുടെ ചിത്രത്തിന് നമ്മുടെ ഫോട്ടോഗ്രാഫർ ഇല്ല. ഇത് നമുക്ക് സൈറ്റുകളിൽ നിന്ന് മേടിക്കാം, വിദേശ സൈറ്റ്, ഗെറ്റ് ഇമേജസ് എന്നൊക്കെ പറഞ്ഞിട്ടേ സൈറ്റുകളുണ്ടല്ലോ, അതിൽ നിന്ന് വാങ്ങിക്കാം. അങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ്. ഇതിനാണ് ഈ സ്റ്റോക്ക് ഫോട്ടോ എന്ന് പറയുന്നത്. ഈ ബ്രസീൽ മോഡലിൻ്റെ ഈ ചിത്രം ഉണ്ടല്ലോ വോട്ടർ പട്ടികയിൽ വന്നിട്ടുള്ളത്, ഇതേ ചിത്രം ആഗോളമായിട്ട് ഇഷ്ടം പോലെ സൈറ്റുകളിൽ ധാരാളം ലേഖനത്തിൻ്റെ കൂടെയൊക്കെ വന്നിട്ടുള്ള ഒരു ചിത്രമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൗന്ദര്യ സംവർദ്ധകം, പിന്നെ ബ്രാൻഡുകളില്ലേ പലതും, ചിത്രം ഇല്ലാത്തടത്തൊക്കെ ആളുകൾ ഒരു ഈ അടിച്ചു നോക്കുമല്ലോ നമ്മൾ, ബ്യൂട്ടിഫുൾ പിക്ചർ, ബ്യൂട്ടിഫുൾ വുമൺ, ബ്യൂട്ടിഫുൾ ഗേൾ എന്നൊക്കെ പറയുമ്പോഴേ ഇത് പലതവണ എടുത്തിട്ടുള്ളത് ആദ്യം കിട്ടുന്നത് ചിലപ്പോൾ ഈ ചിത്രമായിരിക്കും. ആ തിരക്കേടില്ല എന്ന് പറഞ്ഞിട്ട് ഇത് പത്രാധിപന്മാർ എടുത്തു കൊടുക്കുന്നൊരു പടം. ഇത് ഈ 22 തവണ അതിൽ വന്നിട്ടുണ്ട് എന്നാണല്ലോ പറയുന്നത്. 22 സ്ഥലത്ത് പല കാരണങ്ങൾ കൊണ്ട്. കാരണം ചില ആളുകൾ അയൽ ഗ്രാമത്തിൽ സ്ത്രീയുടെ ചിത്രം വെച്ചിരിക്കുന്നു എന്ന് പിങ്കി എന്ന് പറഞ്ഞൊരു സ്ത്രീ അവിടെ തന്നെ പറയുന്നുണ്ട്. എൻ്റെ ചിത്രത്തിന് പകരം വേറെ സ്ത്രീയുടെ ചിത്രം വെച്ചു, ഞാൻ പരാതിപ്പെട്ടു. അപ്പോൾ പരാതി കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരു ചിത്രം അവിടെ വെക്കണ്ടേ? അപ്പോൾ ഒരു സ്റ്റോക്ക് ഫോട്ടോ അവിടെ വെച്ചിരിക്കുന്നു. 22 പരാതിയുള്ള സ്ഥലത്ത് ഈ സ്റ്റോക്ക് ഫോട്ടോ വെച്ചിരിക്കുന്നു. ഇതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ ഇത് എന്തു പറ്റിയെന്ന് വെച്ചാൽ, ഇത് ബ്രസീൽ മോഡലിൻ്റെ പേര്, ഈ പടം സീമ, സ്വീറ്റി, സരസ്വതി, രശ്മി, വിമല, ഈ പേരുകളിലൊക്കെ ഈ സ്ത്രീയുടെ ഫോട്ടോ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് ഈ ചിത്രം ആരാണ് എടുത്തത് എന്നുള്ളത് വ്യക്തമാണിപ്പോൾ. അത് ബ്രസീലിയൻ ഫോട്ടോഗ്രാഫർ മാത്യൂസ് ഫെറാറോ എടുത്ത ചിത്രമാണിത്. ഫോട്ടോഗ്രാഫർ ബ്രസീലിയൻ ആണ്, മോഡൽ ബ്രസീലിയൻ ആണോ എന്നുള്ളത് വ്യക്തതയില്ല. ഫോട്ടോഗ്രാഫർ ബ്രസീലിയൻ ആയതുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് ബ്രസീലിയൻ മോഡലാണ് എന്നുള്ളത്. ഈ സ്ത്രീയെ കണ്ടുപിടിച്ചാലേ അവരെവിടുത്തുകാരാണ് എന്നറിയാൻ പറ്റൂ. രാഹുൽ ഗാന്ധി ഇതെടുത്തിരിക്കുന്നത്, അയാളുടെ ഡാറ്റ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത്, അൺസ്പ്ലാഷ് എന്ന് പറഞ്ഞ് ഈ ഫോട്ടോയൊക്കെ വെക്കുന്ന വെബ്സൈറ്റിലെ നേരത്തെ പറഞ്ഞ സ്റ്റോക്ക് ഫോട്ടോ, അൺസ്പ്ലാഷ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്നാണ് രാഹുൽ ഗാന്ധി ഇതെടുത്തിരിക്കുന്നത്, ഈ ചിത്രം എടുത്തിരിക്കുന്നത്. അത് റോയൽറ്റി ഫ്രീ സൈറ്റാണ്, പൈസ കൊടുക്കണ്ട. അൺസ്പ്ലാഷിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ലായിരിക്കും, ഇല്ലേ? ദാരിദ്ര്യത്തിലാണല്ലോ കോൺഗ്രസ്. അപ്പോൾ മാത്രമല്ല, ഈ ജിയോയുടെ ലാഭമൊക്കെ ഉണ്ടാക്കുന്നത് അദാനി എന്ന് പറഞ്ഞ ഒരാളാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് കണ്ടോ? അങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അംബാനിയല്ലേ, അദാനിയാണെന്നല്ലേ? ജിയോയ്ക്ക് കിട്ടുന്ന പൈസ മുഴുവൻ ചെല്ലുന്നത് അദാനി എന്ന് പറഞ്ഞ ഒരാളുടെ കയ്യിലാണ്. അങ്ങനെ ഇയാളുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഫോട്ടോഗ്രാഫർ ബ്രസീൽ സ്ത്രീയെ അറിയില്ല. 2017 എടുത്തിട്ടുള്ള ചിത്രമാണ് ഇത്. ഇത് നമുക്ക് മനസ്സിലാകുന്നത് ഇൻ്റർനെറ്റിൽ റിവേഴ്സ് ഇമേജ് സെർച്ച് എന്ന് പറഞ്ഞൊരു സൗകര്യം ഉണ്ടല്ലോ. നമുക്കൊരു ചിത്രം കിട്ടി, ഇത് ആരുടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് റിവേഴ്സ് ഇമേജ് സെർച്ച്. ഇത് എപ്പോൾ എടുത്തു, ആരെടുത്തു, എങ്ങനെ എടുത്തു എന്നുള്ള സെർച്ചിൽ കിട്ടുന്ന വിവരമാണ്. അൺസ്പ്ലാഷിൽ ഈ ചിത്രമുണ്ട്. പിക്സൽസ് എന്ന് പറഞ്ഞ സൈറ്റിൽ ചിത്രമുണ്ട്. അൺസ്പ്ലാഷിൽ ഈ സ്ത്രീയുടെ 2 ചിത്രങ്ങളുണ്ട്. ഈ രാഹുൽ ഗാന്ധി കാണിച്ച ചിത്രം അല്ലാതെ വേറൊരു ചിത്രം കൂടിയുണ്ട്. ഇത് മുഖമുള്ള സ്ത്രീയുടെ ചിത്രമുണ്ട്. പക്ഷെ 2 ചിത്രത്തിലും ഈ വേഷം തന്നെ, ഡെനിം ജാക്കറ്റും വെള്ള ടീഷർട്ടും ഇതേ വേഷമാണ്. പിന്നെ ഒരു ഹൂപ്പ് കമ്മൽ ഉണ്ട്, അതുമുണ്ട് 2 ചിത്രത്തിലും. പിന്നെ ഈ ഫേസ്ബുക്കിൽ
പല ആളുകളും ഫേക്ക് ഐ ഡി ഇടില്ലേ, ചില ആളുകൾ സിനിമാ നടിമാരെയൊക്കെ ഇടില്ലേ, ചിത്രങ്ങളൊക്കെ ഇടും. അതുപോലെ ഫേസ്ബുക്കിൽ പല ഫേക്ക് ഐ ഡികളിലും ഈ ചിത്രം കാണാം എടുത്തിട്ടിരിക്കുന്നത്, ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു ചിത്രം. അപ്പോൾ രാഹുൽ ഈ ചിത്രത്തിൻ്റെ അടുത്തൊരു QR കോഡ് രാഹുലിൻ്റെ പത്രസമ്മേളനത്തിൽ കാണാം. QR കോഡ്. ഈ QR കോഡിൽ പോയാൽ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അൺസ്പ്ലാഷ് എന്ന് പറഞ്ഞ സൈറ്റിലെ ഈ ഫോട്ടോഗ്രാഫറുടെ QR കോഡാണത്. അങ്ങനെയാണ് നമ്മൾ ഫോട്ടോഗ്രാഫറിലേക്ക് എത്തുന്നത്, ഫോട്ടോഗ്രാഫർ. അപ്പോൾ റോയൽറ്റി ഫ്രീ ആണ്, ഫ്രീ സ്റ്റോക്കാണ്. ഇത് പ്രിൻ്ററസ്റ്റിലും ഉണ്ട്. ഇത് പ്രിൻ്ററസ്റ്റ് എന്ന് പറഞ്ഞ സൈറ്റില്ലേ ചിത്രങ്ങളുടെ, അതിലും ഈ ചിത്രം അവൈലബിൾ ആണ്. ഫ്രീ റേഞ്ച് എന്ന് പറഞ്ഞ സൈറ്റിലും അവൈലബിൾ ആണിത്. ഇത് ആദ്യം അപ്ലോഡ് ചെയ്തിരിക്കുന്നത് 2017 മാർച്ച് 2-ാം തീയതിയാണ്. പിന്നെ ഓഗസ്റ്റ് 8-ാം തീയതി രണ്ടാമത്തെ ചിത്രം, ഞാൻ 2 ചിത്രം പറഞ്ഞല്ലോ, ഓഗസ്റ്റ് 8-ാം തീയതി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചിത്രത്തിൻ്റെ രണ്ടാമത്തെ ചിത്രത്തിൻ്റെ അവിടെ ജീൻ ജാക്കറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് പേരാണോ എന്ന് അറിഞ്ഞുകൂടാ. ജീൻ ജാക്കറ്റ് എന്ന് കാണാം. ഫെറേറോ ലാസ്റ്റ് ഒരു ഫോട്ടോ ഈ ഫോട്ടോഗ്രാഫർ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ 26 ആഴ്ച മുമ്പാണ്. അയാൾ ഏറ്റവും അവസാനം ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അയാളുടെ ആക്ടിവിറ്റി നോക്കിയാൽ ഫോട്ടോഗ്രാഫറുടെ. രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തി വൈകുന്നേരം, ഇന്നലെ സംഭവിച്ചതാ പറയുന്നത്, ഇന്നലെ വൈകുന്നേരം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഈ ഫോട്ടോഗ്രാഫർ ഫെറാറോയുടെ പ്രൊഫൈൽ അപ്രത്യക്ഷമായി. അതെന്തുകൊണ്ട്? അത് വലിയ ചോദ്യമാണല്ലോ. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫർ ഇയാൾക്ക് പരിചയമുണ്ടോ? രാഹുൽ ഗാന്ധിക്ക് ബ്രസീലിലൊക്കെ നല്ല ബന്ധമല്ലേ? ഈ പത്രസമ്മേളനത്തിന് ശേഷം ഈ ഫോട്ടോഗ്രാഫർ ഫെറാറോയുടെ പ്രൊഫൈൽ അപ്രത്യക്ഷമായി. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോയാൽ ഇയാളുടെ പേര് കിട്ടില്ല, ഇൻസ്റ്റാ യൂസർ എന്ന് മാത്രമാണ് അവിടെ കാണുന്നത്. അപ്പോൾ അത് ഒന്നുകിൽ ഈ പ്രൊഫൈൽ മൊത്തത്തിൽ നീക്കി അല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്തു എന്ന് കരുതാം. എന്തുകൊണ്ട്? രാഹുൽ ഗാന്ധി ഉത്തരം പറയട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.